ഓക്കെ, നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. ചാപ്റ്റർ 2 എനിക്ക് തോന്നുന്നു വി ഹാവ് കംപ്ലീറ്റഡ്. കഴിഞ്ഞ റിവിഷൻ വീഡിയോയിൽ ഈ ഏരിയ ഓൾമോസ്റ്റ് കഴിഞ്ഞതാണ് നമ്മൾ അല്ലേ? ഓഡിറ്റ് പ്രോഗ്രാമും പിന്നെ ഈ ഏരിയ എടുക്കണം അല്ലേ? ജസ്റ്റ് ഈ ഡെഫിനിഷൻ മാത്രം പറഞ്ഞു അല്ലേ? അപ്പോൾ വിൽ സ്റ്റാർട്ട് വിത്ത് ഓഡിറ്റ് പ്രോഗ്രാം വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. എന്താണെന്ന് നോക്കാം. ഓഡിറ്റ് പ്രോഗ്രാം ഡെഫിനിഷൻ ശ്രദ്ധിച്ചു നോക്കാം. എന്താണ് ഓഡിറ്റ് പ്രോഗ്രാമിൻ്റെ എന്ന് പറഞ്ഞാൽ, an audit program consists of a series of verification procedure. അതായത് ഇവർ റെഫർ ചെയ്യുന്ന വെരിഫിക്കേഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത് എന്താണ്? ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് തന്നെയാണ്. ടു ബി അപ്ലൈഡ് ഓൺ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് അക്കൗണ്ട്സ് of a given entity for the purpose of obtaining sufficient appropriate audit evidence. Clear on that? Because since we are talking about audit program, sufficient appropriate audit evidence എന്നുള്ള വാക്ക് ഉപയോഗിക്കാം. To enable the auditor to express an informed opinion on the financial statements. Clear ആവുന്നുണ്ടോ? എന്താണ് ഓഡിറ്റ് പ്രോഗ്രാം? A series of verification procedures അല്ലെങ്കിൽ ഓഡിറ്റ് procedures to be applied on the financial statements. അപ്പോൾ അത് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? എവിഡൻസ് കിട്ടും. Sufficient appropriate audit evidence നമുക്ക് കിട്ടണം. Sufficient appropriate audit evidence എന്ത് ചെയ്യണം? നമുക്ക് കിട്ടണം. So that we will be able to make a informed decision. കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, ഈ ഓഡിറ്റ് പ്രോഗ്രാം എല്ലാ സ്ഥലത്തും ഒരു സിംഗിൾ ഓഡിറ്റ് പ്രോഗ്രാം ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല, അതിന് കുറെ പോരായ്മകളുണ്ട്. കാരണം എന്താ? ബിസിനസ് എന്താണ്? ഈ വേരീസ് ഫ്രം ബിസിനസിന്റെ നേച്ചറും സൈസ് ഓഫ് ഓപ്പറേഷൻസ് കാര്യങ്ങളെല്ലാം വ്യത്യാസമാണ്. അപ്പോൾ ടാറ്റ സ്റ്റീലിന് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു ഓഡിറ്റ് പ്രോഗ്രാം എന്തിനുകൊണ്ട് ഇടാൻ പറ്റില്ല? HDFC ബാങ്കിന് ഇടാൻ പറ്റില്ല. കാരണം ടാറ്റ സ്റ്റീലിന്റെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് ഇൻവെന്ററി കാര്യങ്ങൾ, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, അസറ്റ് കാര്യങ്ങളായിരിക്കും. പക്ഷെ ഒരു ബാങ്കിന്റെ കേസിൽ പോകുമ്പോഴായിരിക്കും അസറ്റ്, ലോൺ കാര്യങ്ങൾ, അങ്ങനത്തെ ടെർമിനോളജീസും ഐറ്റംസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കൂടുതൽ കാണുന്നത്. അപ്പോൾ സിൻസ് ബിസിനസ് ആർ ഡൈവേഴ്സ്, വേരീസ് ഫ്രം ക്യാരക്ടറിസ്റ്റിക്സ് കാര്യങ്ങളൊക്കെ വേരി ചെയ്യുന്നതുകൊണ്ട് നമുക്കൊരു സിംഗിൾ ഓഡിറ്റ് പ്രോഗ്രാം എന്ത് ചെയ്യില്ല, പറ്റില്ല. പിന്നെ ബിസിനസ്സിന് എന്താണ്? അതിന്റെ പ്രോസസ്സ് ഡിഫറെന്റ് ആണ്. പ്രോസസ്സ് ഡിഫറെന്റ് ആകുമ്പോൾ റിസ്കുകൾ വ്യത്യാസമായിരിക്കും. അപ്പോൾ ഇന്റേണൽ കൺട്രോൾ സിസ്റ്റംസും വ്യത്യാസമായിരിക്കും. അപ്പോൾ ഡെഫിനറ്റ്ലി എന്താണ്? നമുക്ക് ഡിഫറെന്റ് ഓഡിറ്റ് പ്രോഗ്രാംസ് എന്ത് ചെയ്യേണ്ടി വരും? ആവശ്യം വേണ്ടി വരും. ക്ലിയർ ആവുന്നുണ്ടോ? അടുത്ത പോയിന്റിലോട്ട് നോക്കാം. അടുത്തത് നോക്കാം. പിന്നെ ഇവരെന്താ പറയുന്നത്? പൊതുവെ ഫേംസിലൊക്കെ എന്ത് ചെയ്യും? ഒരു സ്റ്റാൻഡേർഡ് ഓഡിറ്റ് പ്രോഗ്രാം ഉണ്ടാവും. എന്നിട്ട് ആ ഓഡിറ്റ് പ്രോഗ്രാം എന്ത് ചെയ്യും? റിഫൈൻ ചെയ്യും. അതായത് ആ ഓഡിറ്റ് പ്രോഗ്രാമിൽ എന്താണ് വേണ്ട മാറ്റങ്ങൾ എന്ത് ചെയ്യും? വരുത്തും, ബേസ്ഡ് ഓൺ ദി എക്സ്പീരിയൻസ്. അപ്പോൾ ഒരു ഓഡിറ്ററിന് അറിയാം ഈ കമ്പനിക്ക് വേണ്ടി ഓഡിറ്റ് ചെയ്യാൻ പോകുമ്പോൾ ഈ ഓഡിറ്റ് പ്രോഗ്രാം പറ്റില്ല, ഇതിന്റെ ചേഞ്ചസ് കാര്യങ്ങളെല്ലാം വരുത്തണം എന്നറിയാം. പിന്നെ ഇവരെന്താ പറയുന്നത്? ഓഡിറ്റ് പ്രോഗ്രാം ഉണ്ടെങ്കിൽ പോലും എന്ത് വേണം? ഒരു ഓപ്പൺ മൈൻഡഡ്നെസ് ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ എന്ത് പറ്റും? റിജിഡ് ആയി പോകും. ക്ലിയർ ആവുന്നുണ്ടോ? നമ്മൾ റിജിഡ് ആൻഡ് ഇൻഫ്ലെക്സിബിൾ ആയി പോകും. അപ്പോൾ അതുകൊണ്ട് ഇവരെന്താ പറയുന്നത്? ഓഡിറ്റ് പ്രോഗ്രാം ഉണ്ടെങ്കിൽ പോലും എന്ത് ചെയ്യണം? അത് റിഫൈൻ ചെയ്യും വേണം. പ്ലസ് നിനക്ക് എന്ത് ചെയ്യണം? ഒരു ഓപ്പൺ മൈൻഡ് ഉണ്ടാവണം. പിന്നെ ഇവർ പറയുന്നത് ഓഡിറ്റ് പ്രോഗ്രാം ഉണ്ടെങ്കിലും അത് എന്ത് ചെയ്യണം? റെഗുലർലി റിവ്യൂ ചെയ്യണം മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ട്. കാരണം ഒരു ബിസിനസ് ചിലപ്പോൾ പിന്നീട് എന്ത് ചെയ്യാം? ഒരേ ബിസിനസ് പിന്നീട് അതിൽ മാറ്റങ്ങൾ വരാം. അത് പുതിയ ഏരിയയിലോട്ട് എന്ത് ചെയ്യാം? എൻ്റർ ചെയ്യാം. അല്ലെങ്കിൽ ആ ബിസിനസ് എന്താ ആ ഉള്ള ബിസിനസിന്റെ തന്നെ പ്രോസസ്സിൽ എന്ത് ചെയ്യാം? മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടാവാം. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ either the business can venture into new business areas or there is a high chance that there will be changes in the process itself. അപ്പോൾ പ്രോസസ്സിൽ മാറ്റം വരും. പ്രോസസ്സ് അല്ലെങ്കിൽ ക്ലയന്റിന്റെ ഓപ്പറേഷൻസിൽ മാറ്റം വരും. എന്ത് വരും? റിസ്കിൽ മാറ്റം വരും. അപ്പോൾ എന്താണ്? ഇന്റേണൽ കൺട്രോൾസിൽ മാറ്റങ്ങൾ വരും. അപ്പോൾ നമുക്ക് പഴയ ഓഡിറ്റ് പ്രോഗ്രാം ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താവില്ല? ശരിയാവില്ല. പിന്നെ ഈ ഓഡിറ്റ് പ്രോഗ്രാം കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? ഫസ്റ്റ് ഓഫ് ഓൾ ഓഡിറ്റ് പ്രോഗ്രാം എന്തായിരിക്കണം? ഇറ്റ് ഷുഡ് ബി വിത്തിൻ ദി സ്കോപ്പിനുള്ളിലായിരിക്കണം. ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് എന്താണ്? എന്തിനു വേണ്ടിയിട്ടാണോ നമ്മൾ എന്ത് ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയാണോ നമ്മൾ ഓഡിറ്റ് പ്രോഗ്രാം പ്രിപ്പയർ ചെയ്യുന്നത്? സോ ആ ഓഡിറ്റ് പ്രോഗ്രാം എന്താണ്? ഇറ്റ് ഷുഡ് ബി പ്രിപ്പയർഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ് മീറ്റ്സ് ദി ഒബ്ജക്റ്റീവ്സോ കാര്യങ്ങളോ മീറ്റ് ചെയ്യാൻ പറ്റണം. പിന്നെ എന്താണ്? ഓഡിറ്റ് പ്രോഗ്രാം എങ്ങനെയായിരിക്കണം? റിട്ടൺ ആയിരിക്കണം. എന്നാലാണ് ആൾക്കാർക്ക് അത് വായിച്ച് റെഫർ ചെയ്ത് വീണ്ടും റെഫർ ചെയ്തൊക്കെ നോക്കാൻ പറ്റുള്ളൂ. ഇനി ഓഡിറ്റ് പ്രോഗ്രാമിൻ്റെ അകത്ത് എന്തുണ്ട്? ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അപ്പോൾ ആ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് എങ്ങനെയായിരിക്കണം? ഈ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ്ഫുൾ ആയിരിക്കണം. യൂസ്ഫുൾ ഫോർ അച്ചീവിംഗ് ദ പർപ്പസ് ഓർ യൂസ്ഫുൾ ഫോർ അച്ചീവിംഗ് ദി ഒബ്ജക്റ്റീവ്സ് എന്നുള്ള രീതിയിൽ എഴുതി വയ്ക്കാം. ഇനി ഇറ്റ് ഇൻക്ലൂഡ്സ് ഓഫ് ഓഡിറ്റ് ഒബ്ജക്റ്റീവ്സ്. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് ഓരോ ഏരിയയിലുള്ള ഒബ്ജക്റ്റീവ്സ് എന്താണെന്നുള്ള കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ട് അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയാണ് ഉണ്ടാക്കേണ്ടത്.
പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്, എവിഡൻസ് കാര്യങ്ങൾ. ഈ ഓഡിറ്റ് പ്രോഗ്രാം ഷുഡ് ബി ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ് ഷുഡ് കളക്ട് ദി ബെസ്റ്റ് എവിഡൻസ്. ഏറ്റവും നല്ല എവിഡൻസ് വേണം കളക്ട് ചെയ്യാനുള്ള രീതി വേണം നമ്മൾ ഓഡിറ്റ് പ്രോഗ്രാം എന്ത് ചെയ്യാൻ എഴുതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ക്ലിയർ. പിന്നെ എറേഴ്സ് കാര്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഇവരെന്താ പറയുക, ആ എറേഴ്സും കൂടി കൺസിഡർ ചെയ്ത രീതിയിൽ വേണം എന്ത് ചെയ്യാൻ, ഇത് കൺസ്ട്രക്ട് ചെയ്യാൻ. പിന്നെ കോർഡിനേഷൻ ഓഫ് പ്രൊസീജിയേഴ്സ് ഫോർ റിലേറ്റഡ് ഐറ്റംസ്. ഒരു സിമിലർ സാധനങ്ങൾ റിലേറ്റഡ് ആയിട്ടുള്ള ഐറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ, ഒരു ഓഡിറ്റ് പ്രോഗ്രാം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഓവർലാപ്പ് കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. അപ്പോൾ എന്താണ്, അത് പ്രോപ്പറായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ട് വേണം അത് പ്രിപ്പയർ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ക്ലിയർ. പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് പറഞ്ഞ ഒരു പോയിന്റ് എന്തായിരുന്നു, ഈ ക്വസ്റ്റിൻ്റെ അകത്ത് പറഞ്ഞത് ദേ ഹാവ് വെഞ്ചേർഡ് ഇൻടു എ ന്യൂ ഏരിയ. പുതിയൊരു ഏരിയയിലോട്ട് എന്ത് ചെയ്തു, വെഞ്ചർ ചെയ്തു. പക്ഷെ എന്താ സംഭവിച്ചത്, പഴയ ഓഡിറ്റ് പ്രോഗ്രാം തന്നെയാണ് എടുത്തു കൊടുത്തത്. ഓക്കെ. പിന്നെ ഈ ആർട്ടിക്കിൾ എന്ത് ചെയ്തില്ല, ഒരു ഓപ്പൺ മൈൻഡ് വെച്ചില്ല. രണ്ട് മിസ്റ്റേക്കാണ് ഇവിടെ സംഭവിച്ചത്. ഒന്ന്, പഴയ ഓഡിറ്റ് പ്രോഗ്രാം വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, പുതിയ ഏരിയാസിലോട്ട് വെഞ്ചർ ചെയ്ത് ബിസിനസ്സിന്റെ ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നു. പുതിയ ഏരിയാസ് എന്താണെന്ന് സ്റ്റഡി ചെയ്യാതെ ബ്ലൈൻഡ് ആയിട്ട് പോകുന്നു. അതൊരു പ്രശ്നം. സെക്കൻഡ് എന്താണ്, ആർട്ടിക്കിൾ എന്ത് ചെയ്തില്ല, ഒരു ഓപ്പൺ മൈൻഡഡ്നെസ് മെയിൻറ്റെയിൻ കാര്യങ്ങൾ ചെയ്തിട്ടില്ല. ഓക്കെ. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, ബിസിനസ്സിന്റെ അകത്ത് എന്തുണ്ട്, വേരിയസ് ബിസിനസ് പ്രോസസ്സുകളുണ്ട്. അപ്പോൾ ബിസിനസ് മാറുമ്പോൾ എന്ത് സംഭവിക്കും, ബിസിനസ് പ്രോസസ്സുകളിൽ മാറ്റം വരാം. ഇനി അല്ല, ബിസിനസ് പുതിയൊരു ഏരിയയിലോട്ട് എൻ്റർ ചെയ്താലോ പുതിയ ബിസിനസ് പ്രോസസ്സുകളും വരാം. അപ്പോൾ ഈ ബിസിനസ് പ്രോസസ്സുകൾ പുതിയത് വരും, അല്ലെങ്കിൽ പഴയ ബിസിനസ് പ്രോസസ്സിൽ മാറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, റിസ്കിൽ മാറ്റം വരാം. അപ്പോൾ എന്താണ്, ഇന്റേണൽ കൺട്രോൾസിലെല്ലാം എന്തുണ്ടാവും, മാറ്റങ്ങളെല്ലാം വരും. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഓഡിറ്റ് പ്രോഗ്രാം ഫ്രെയിം ചെയ്യാൻ. ഇനി ഫ്രെയിം ചെയ്താൽ പോലും എന്താ, ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴായിരിക്കും പല കാര്യങ്ങളും നമ്മൾ അറിയുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഓഡിറ്റ് പ്രോഗ്രാമിൽ എന്താണ്, റിഫൈൻമെന്റ് കൊണ്ടുവരണം, മാറ്റങ്ങൾ വരുത്തണം. ഓക്കെ. അപ്പോൾ ഇവരെന്താ പറയുന്നത്, അഡീഷൻസ് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അഡീഷൻസ് കൊണ്ടുവരാം. ചില ഓഡിറ്റ് പ്രോഗ്രാമിലുള്ള ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് മാറ്റണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മാറ്റാം. പിന്നെ എന്താ ഇവർ പറഞ്ഞത്, ഇനി ഈ ഓഡിറ്റ് പ്രോഗ്രാം ഉണ്ടെങ്കിൽ പോലും നമ്മൾ എന്ത് മെയിൻറ്റെയിൻ ചെയ്യണം, ഓപ്പൺ മൈൻഡഡ്നെസ് മെയിൻറ്റെയിൻ ചെയ്യണം. ആർട്ടിക്കിൾ ഓപ്പൺ മൈൻഡഡ് ആയിട്ട് വേണം ഓഡിറ്റ് ചെയ്യാൻ. എന്തെങ്കിലും പ്രശ്നങ്ങൾ കാര്യങ്ങളുണ്ടെങ്കിൽ ഇമീഡിയറ്റ്ലി എന്ത് ചെയ്യണം, അത് നോട്ട് ചെയ്ത് സിഗ്നിഫിക്കൻറ്റ് മാറ്റേഴ്സ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യണം, മുകളിലുള്ള ആൾക്കാരുടെ അടുത്ത് ഡിസ്കസ് ചെയ്യണം. ഇതേ സംഭവം തന്നെയാണ് നമ്മൾ ലാസ്റ്റ് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പോൾ എന്ത് ചെയ്തത്, നമ്മൾ ഓൾമോസ്റ്റ് അതാ പറഞ്ഞത്. എന്താണ്, എൻകറേജ്, അവരുടെ അടുത്ത് പോയി സിഗ്നിഫിക്കൻറ്റ് മാറ്റേഴ്സ് എന്ത് ചെയ്യണം, അവരുടെ അടുത്ത് പോയി പറയണം, അവർ പറയുന്നത് ശ്രദ്ധിക്കണം, ഓപ്പൺ മൈൻഡ്നെസ് കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളത് എന്ത് ചെയ്തു, നമ്മൾ പറഞ്ഞു. അപ്പോൾ കമ്മിങ് ബാക്ക് ടു ദിസ്, ഇവരെന്താ പറയുന്നത്, ഓപ്പൺ മൈൻഡ്നെസ് കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഓപ്പൺ മൈൻഡ്നെസ് കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തിട്ട് എന്താണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള മാറ്റേഴ്സ് എന്ത് ചെയ്യണം, സീനിയേഴ്സിൻ്റെ അടുത്ത് പറയണം. അപ്പോൾ സീനിയേഴ്സ് എന്ത് ചെയ്യണം, അത് ശ്രദ്ധിക്കാനുള്ള ഒരു മനസ്ഥിതി എന്ത് ചെയ്യണം, കാണിക്കണം. ക്ലിയർ ആവുന്നുണ്ടോ, ഈ പോയിന്റ് ക്ലിയർ ആണോ? അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഓഡിറ്റ് പ്രോഗ്രാമിൻ്റെ എന്താണ് ഒരു എക്സാമ്പിൾ കാര്യങ്ങൾ കണ്ടു. അപ്പോൾ എന്തൊക്കെയാണ് വേരിയസ് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് കാര്യങ്ങൾ എന്താണ് ഇതിൻ്റെ അകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ആര് ചെയ്തു, എപ്പോൾ ചെയ്തു, ആര് റിവ്യൂ ചെയ്തു, ആര് അപ്രൂവ് ചെയ്തു, ഏത് കമ്പനിയുടെയാണ്, പിന്നെ ഏത് ടൈം പീരീഡിലോട്ടാണെന്നുള്ളതൊക്കെ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഓഡിറ്റ് പ്രോഗ്രാം നമ്മൾ സൈൻ ചെയ്ത് കാര്യങ്ങൾ കൊടുക്കും. ക്ലിയർ? ഈ ഓഡിറ്റ് പ്രോഗ്രാം വഴി നമുക്ക് എന്ത് കിട്ടും എന്നാ പറഞ്ഞാൽ, ഓഡിറ്റ് എവിഡൻസ്. അപ്പോൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓഡിറ്റ് എവിഡൻസ് ഏതൊക്കെയാണ്, ഫിസിക്കൽ ഡോക്യുമെന്റ്. അപ്പോൾ എന്താണ്, ഫിസിക്കൽ എക്സാമിനേഷൻ. അപ്പോൾ ഇൻവെന്ററി പോയി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം, ഫിക്സ്ഡ് അസറ്റ് പോയിട്ട് ചെക്ക് ചെയ്യാം, ഇതിൽ കൂടെ നിങ്ങൾക്ക് എവിഡൻസ് കിട്ടി. പിന്നെ എന്താണ്, ഡോക്യുമെന്ററി എവിഡൻസ്, പർച്ചേസ് ഇൻവോയ്സ്, സെയിൽസ് ഇൻവോയ്സ്, മറ്റ് എക്സ്പെൻസിന്റെ ഇൻവോയ്സ് ഒക്കെ നിങ്ങൾക്ക് നോക്കാം. പിന്നെ മാനേജ്മെന്റ് ഒരു സ്റ്റേറ്റ്മെന്റ് തന്നു, അത് എവിഡൻസ് ആണോ, ആണ്. പിന്നെ എന്താണ്, തേർഡ് പാർട്ടി സ്റ്റേറ്റ്മെന്റ്സ്, അതും എവിഡൻസ് ആണോ, ആണ്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ ഇതെല്ലാം എന്താണ്, എവിഡൻസ് ആണ്. പിന്നെ എന്താണ്, അരിത്തമെറ്റിക് കാൽക്കുലേഷൻസ്, ഇവർ പ്ലസ് മൈനസ് കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ ഡിപ്രിസിയേഷൻ നമ്മൾ കമ്പ്യൂട്ട് ചെയ്ത് നമ്മൾ കണ്ടുപിടിച്ചു, അതും ഒരു തെളിവാണ്, ആണ്. ബിക്കോസ് വി ആർ വെരിഫൈങ് ഇഫ് ദ കാൽക്കുലേഷൻസ് പെർഫോംഡ് ബൈ ദി മാനേജ്മെന്റ് ഇസ് കറക്റ്റ് എന്ന് നമ്മൾ ചെക്ക് ചെയ്യാം. മാനേജ്മെന്റ് ചെയ്ത് മാനേജ്മെന്റ് ഈ ടോട്ടൽ കിട്ടി, അപ്പോൾ നമ്മൾ ചെയ്താൽ ആ ടോട്ടൽ തന്നെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതൊരു എവിഡൻസ് ആണ്. ക്ലിയർ? പിന്നെ എന്താണ്, ഇന്റേണൽ കൺട്രോൾസിന്റെ ഇവാലുവേഷനിൽ കിട്ടുന്ന, അപ്പോൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ കൺട്രോൾസ് വീക്ക് ആണെന്ന് മനസ്സിലായാൽ അതൊരു എവിഡൻസ് ആണ്. ഇവാലുവേറ്റ് ചെയ്ത് കൺട്രോൾ നല്ലതാണെന്ന് മനസ്സിലായാൽ അതൊരു എവിഡൻസ് ആണ്. ക്ലിയർ? പിന്നെ എന്താണ്, ഈ പറഞ്ഞ ഇന്റർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡേറ്റ തമ്മിലുള്ള ബന്ധം, അതും ഒരു ഫോം ഓഫ് എവിഡൻസ് ആണ്. എക്സാമ്പിൾ ഞാൻ പറഞ്ഞല്ലോ, പർച്ചേസ് സെയിൽ കൂടി, അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താവും, പൊതുവെ പർച്ചേസും കൂടേണ്ട അവസ്ഥയാണ്. ക്ലിയർ ആവുന്നു? ഹോട്ടലിലെ ബുക്കിംഗ്സ് കൂടി, അപ്പോൾ പൊതുവെ എന്തെങ്കിലും ലോണ്ടറി എക്സ്പെൻസ് കൂടേണ്ട അവസ്ഥയാണ്. ക്ലിയർ? പിന്നെ എന്താണ്, മിനിറ്റ്സ് ഓഫ് ദ മീറ്റിംഗ് കാര്യങ്ങൾ, അതും ഒരു എവിഡൻസ് ആണ്. മീറ്റിംഗ് നടന്ന മീറ്റിംഗിന്റെ മിനിറ്റ്സ് ആയിട്ട് എഴുതി വെച്ചേക്കുന്ന സാധനവും തെളിവായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. സബ്സിഡറി ലെഡ്ജർ നമുക്ക് എന്താണ് എവിഡൻസ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. സബ്സിക്വന്റ് ആക്ഷൻ ബൈ ദി ക്ലയന്റ് കാര്യങ്ങൾ. ക്ലിയർ ആണോ? അത് കഴിഞ്ഞിട്ട് ഓഡിറ്റ് പ്രോഗ്രാം ഉണ്ടെങ്കിൽ എന്താണ് അതിന്റെ അഡ്വാൻറ്റേജസ്, എന്താണ്, ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ്,
ഇറ്റ് ഗിവ്സ് ക്ലിയർ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്. അത് വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് മൊത്തത്തിലൊരു ഐഡിയ കിട്ടും. അപ്പോൾ ഒരു കോംപ്രിഹെൻസീവ് ഓവർവ്യൂ കിട്ടും. പിന്നെ എന്ത് ചെയ്യാം, ഇതെന്താണ് ടാസ്ക് അലോക്കേഷൻ കാര്യങ്ങളിൽ എന്ത് ചെയ്യാം, ഹെൽപ്പ് ചെയ്യാം. പിന്നെ എന്താണ്, അപ്പോൾ ടാസ്ക് കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് അത് വെച്ചിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യാം, കാര്യങ്ങൾ ചെയ്തു. അപ്പോൾ സിസ്റ്റമാറ്റിക് അപ്രോച്ച് കാര്യങ്ങളാണ്. പിന്നെ എന്താണ്, മോണിറ്റർ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ്, അവരെ വർക്ക് എങ്ങനെ ചെയ്യുന്നു എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, മോണിറ്റർ ചെയ്യാൻ പറ്റും. പിന്നെ എന്താണ്, അവരെ അക്കൗണ്ടബിൾ ആണ്. പിന്നെ എന്താ, അവർ വർക്ക് ചെയ്തു, ഡെലിജന്റ് ആയിട്ട് ചെയ്തു എന്നുള്ളതിനൊരു തെളിവ് കൂടിയാണ് എന്ത്, ഈ ഓഡിറ്റ് പ്രോഗ്രാം. സാറേ എന്നെ കുറ്റപ്പെടുത്തരുത്, ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്, ഇത് നോക്കൂ. പിന്നെ എന്താണ്, അടുത്ത വർഷത്തേക്ക് ഓഡിറ്റിന് എന്ത് ചെയ്യാം, ഈ ഓഡിറ്റ് പ്രോഗ്രാം കാര്യങ്ങൾ ഉപയോഗിക്കാം. വാട്ട് ആർ ദ ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഓഡിറ്റ് പ്രോഗ്രാം? ഓഡിറ്റ് പ്രോഗ്രാം മാത്രം ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്ത് വരും, അതൊരു മെക്കാനിക്കൽ ഇതായിരിക്കും. നമ്മൾ ബുദ്ധി ഉപയോഗിക്കുക, നമ്മൾ പറയുന്ന പോലെ ചെയ്താൽ ഇറ്റ് ഇസ് എ മെക്കാനിക്കൽ പ്രോസസ്. അങ്ങനെയാവുമ്പോൾ എന്താണ്, യു ബിക്കം റിജിഡ് ആൻഡ് ഇൻഫ്ലെക്സിബിൾ. അപ്പോൾ ഇൻഫ്ലെക്സിബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, മാറ്റങ്ങൾ എന്ത് ചെയ്യുന്നില്ല, കൺസിഡർ ചെയ്യുന്നില്ല. അപ്പോൾ ഓഡിറ്റ് പ്രോഗ്രാം മാത്രം ചെയ്യുമ്പോൾ എന്താണ്, ബിസിനസ്സിൽ മാറ്റം വന്നിട്ടുണ്ടോ, അത് ഫാക്ടർ ചെയ്തിട്ടുണ്ടോ, അതൊന്നും എനിക്കറിയില്ല. അപ്പോൾ ചേഞ്ചിന് എന്ത് ചെയ്യുന്നില്ല, നമ്മൾ ചേഞ്ചിനനുസരിച്ച് ചിലപ്പോൾ നമ്മൾ മാറണമെന്നില്ല. പിന്നെ എന്താണ്, ഓവർ റിലയൻസ് ഓൺ എന്താണ്, എക്സസീവ് ആയിട്ട് പ്രോഗ്രാമിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നു. പിന്നെ എന്താണ്, ഇറ്റ് സ്റ്റേഫേഴ്സ് ദി ഇനീഷ്യേറ്റീവ്. അപ്പോൾ ഓഡിറ്റ് പ്രോഗ്രാം മാത്രം യൂസ് ചെയ്ത ആർട്ടിക്കിൾ ചിന്തിക്കുന്നില്ല, അവൻ ബുദ്ധി ഉപയോഗിക്കുന്നില്ല, അവൻ പ്രൊഫഷണൽ സ്കെപ്റ്റിസിസം അപ്ലൈ ചെയ്യുന്നില്ല, അവൻ ബ്ലൈൻഡ് ആയിട്ട് ചെയ്തു പോകണം. അപ്പോൾ ഇതൊരു ഡിസഡ്വാൻറ്റേജ് ആണോ? ആണ്. അപ്പോൾ ഓഡിറ്റ് പ്രോഗ്രാം നല്ലതാണോ എന്ന് വെച്ചിട്ടുണ്ട്, പക്ഷെ അതിന് ചില പോരായ്മകളുണ്ട്. അപ്പോൾ ഈ പോരായ്മ എങ്ങനെ മറികടക്കാം? ബൈ ദിസ് വാട്ട് യു ക്യാൻ ഡു എ ഇമാജിനേറ്റീവ് സൂപ്പർവിഷൻ. ആ ആർട്ടിക്കിൾ ഓഡിറ്റ് പ്രോഗ്രാം ആണ് ഫോളോ ചെയ്യെങ്കിലും ചെന്നിട്ട് ഓഡിറ്റ് പ്രോഗ്രാം ആണ് ഫോളോ ചെയ്യണം, എന്നാലൊന്ന് നോക്കിയേക്കാം, മനസ്സിലാവും. എന്നിട്ട് ചെന്നിട്ട് എന്ത് ചെയ്യുക, ഒന്ന് ചെക്ക് കാര്യങ്ങൾ ചെയ്യുക. പിന്നെ എന്താണ്, ഒരു റിസെപ്റ്റീവ് ആറ്റിറ്റ്യൂഡ് എന്ത് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക. അസിസ്റ്റന്റിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അത് നമ്മൾ കേൾക്കുക. പിന്നെ എന്താണ്, ഓക്കെ, എൻകറേജ്. എന്നിട്ട് എന്ത് ചെയ്യുക, അവനെ എൻകറേജ് ചെയ്യടാ, കാര്യങ്ങൾ നീ ഇങ്ങനെ ചെക്ക് ചെയ്തോളൂ, ഇനി ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ ഇനി നീ കണ്ടുപിടിക്കുകയാണെങ്കിൽ എൻ്റെ അടുത്തൊന്ന് പറഞ്ഞോളൂ, മടിക്കേണ്ട ആവശ്യമില്ല, ഞാൻ ബിസി ആണെങ്കിലും നീ പറഞ്ഞു കഴിഞ്ഞാൽ ആ ദിവസം അല്ലെങ്കിൽ അടുത്ത ദിവസമായാലും ഞാൻ അവൈലബിൾ ആവും, എന്നിട്ട് നമുക്കത് കേട്ടിട്ട് ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ നമുക്ക്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് മെയിൻറ്റെയിൻ ചെയ്താൽ യു വിൽ ബി ഏബിൾ ടു ഓവർകം ദി ലിമിറ്റേഷൻസ് ഓഫ് ദി ഓഡിറ്റ് പ്രോഗ്രാം. കാര്യങ്ങൾ നമുക്ക് ഓവർകം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു പോയിന്റ് എന്തായിരുന്നു, ഡോക്യുമെന്റേഷൻ. എല്ലാ കേസുകളിലും എവിടെ എന്താണ്, സ്റ്റാർട്ട് തൊട്ട് നമ്മൾ കാണുന്ന ഒരു ഡോക്യുമെന്റ് ചെയ്യണം. എൻഗേജ്മെന്റ് ലെറ്റർ എന്ത് ചെയ്യണം, ഡോക്യുമെന്റ് കാര്യങ്ങൾ ചെയ്യണം. പ്രൊഫഷണൽ ജഡ്ജ്മെന്റ് എന്ത് ചെയ്യണം, ഡോക്യുമെന്റ് ചെയ്യണം എന്നാണ്. അപ്പോൾ എനിവേർ യു ഗോ ഇറ്റ് ഇസ് ഡോക്യുമെന്റേഷൻ. പിന്നെ എന്താ നമ്മൾ പറഞ്ഞത്, ഓഡിറ്റ് സ്ട്രാറ്റജി ഡോക്യുമെന്റ് ചെയ്യണോ, വേണം. ഓഡിറ്റ് പ്ലാൻ ഡോക്യുമെന്റ് ചെയ്യണോ, വേണം. ഓഡിറ്റ് പ്രോഗ്രാം ഡോക്യുമെന്റ് ചെയ്യണോ, അതും വേണം. ക്ലിയർ? എന്നാലേ നമ്മൾ സൈനൊക്കെ ഇട്ട് അക്കൗണ്ടബിലിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഈ ഓരോന്നിനും വരുന്ന മാറ്റങ്ങൾ ഡോക്യുമെന്റ് ചെയ്യണോ, വേണം. ആ ചേഞ്ചസ് എന്തുകൊണ്ടാണെന്നും പിന്നെ ഫൈനലി നമ്മൾ അഡോപ്റ്റ് ചെയ്ത ഓഡിറ്റ് സ്ട്രാറ്റജി, ഓഡിറ്റ് പ്ലാൻ, ഓഡിറ്റ് പ്രോഗ്രാം എന്താണെന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഡോക്യുമെന്റ് ചെയ്യണം. ഇനി ഓഡിറ്റ് സ്ട്രാറ്റജി ഡോക്യുമെന്റ് ചെയ്താൽ എന്ത് ഗുണം എന്താ, നിങ്ങൾക്ക് പറയാം. സ്കോപ്പ് നമ്മൾ ഡോക്യുമെന്റ് ചെയ്യുന്നുണ്ട്, റിപ്പോർട്ടിംഗ് ഒബ്ജക്റ്റീവ്സ് ഡോക്യുമെന്റ് ചെയ്യുന്നുണ്ട്, സിഗ്നിഫിക്കൻറ്റ് മാറ്റേഴ്സ് ഡോക്യുമെന്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ അത് മാത്രം ഇതാണെന്ന് പറഞ്ഞത്, സിഗ്നിഫിക്കൻറ്റ് മാറ്റേഴ്സ് ഡോക്യുമെന്റ് ചെയ്തിട്ട് അപ്പോൾ ഇത് എൻഗേജ്മെന്റ് ടീം ഇത് വായിച്ചു നോക്കുമ്പോൾ അവർക്ക് എന്താ മനസ്സിലാവും, ഇതൊക്കെയാണല്ലോ ഇമ്പോർട്ടൻറ്റ് പ്രശ്നങ്ങൾ കാര്യങ്ങൾ എന്ന് അവർക്ക് എന്ത് ചെയ്യും, ഒരു ഐഡിയ കിട്ടും. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? പിന്നെ ഓഡിറ്റ് പ്ലാൻ ഡോക്യുമെന്റ് ചെയ്താലോ, നേച്ചർ, ടൈമിംഗ് ആൻഡ് എക്സ്റ്റെന്റ് ഓഫ് റിസ്ക് അസസ്മെന്റ് പ്രൊസീജിയർ പറയൂ. പിന്നെ നേച്ചർ, ടൈമിംഗ് ആൻഡ് എക്സ്റ്റെന്റ് ഓഫ് ഫർദർ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ്, അതർ പ്ലാൻഡ് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ഒക്കെ നമ്മൾ ഓരോ ലെവലിലും ഡോക്യുമെന്റ് ചെയ്ത് റിസ്ക് മനസ്സിലാക്കിയിട്ട് അത് തുടങ്ങാനായിട്ട് മുമ്പ് വേറൊരാൾ റിവ്യൂ ചെയ്തിട്ട് എടാ ഇത് കുഴപ്പമില്ല, നല്ലൊരു പ്ലാനാണ്, ഇത് ഇംപ്ലിമെന്റ് ചെയ്തോ എന്ന് പറയും. ഇപ്പം നിങ്ങൾ ടൈം ടേബിൾ ഉണ്ടാക്കിയാലും നിങ്ങൾ എന്നെ കാണിക്കലും മെൻറ്ററിനെ കാണിക്കുമ്പോൾ നോക്കിയിട്ട് എന്ത് ചെയ്യും, ഇത് കുഴപ്പമില്ല, ഇത് വർക്കാവും എന്ന് പറയാമല്ലോ. ക്ലിയർ ആവുന്നു? അപ്പം ആക്ച്വലി ഇംപ്ലിമെന്റ് പെർഫോമൻസിന് മുമ്പ് എന്താണ് റിവ്യൂ ചെയ്ത് അപ്രൂവ് ചെയ്ത് കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും. പിന്നെ സിഗ്നിഫിക്കൻറ്റ് ചേഞ്ചസ് റെക്കോർഡ് ചെയ്യുക, എന്തുകൊണ്ടാണ് മാറ്റം വന്നെന്ന് റെക്കോർഡ് ചെയ്യുക. അപ്പോൾ എന്തുകൊണ്ടാണ് മാറ്റങ്ങൾ വരാൻ സാധ്യതയുള്ള, മേ ബി എവിഡൻസിൻ്റെ അവസ്ഥ ഇതിലായിരിക്കാം, ഇവൻസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം, അല്ലെങ്കിൽ സർക്കംസ്റ്റൻസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം. ഇത് ഡോക്യുമെന്റ് ചെയ്തില്ലെങ്കിൽ എന്താ പ്രശ്നം, പ്ലാൻ ഇല്ലെങ്കിൽ മൊത്തം കുളമാവും. നമുക്ക് ഓഡിറ്റ് എഫക്റ്റീവ് ആൻഡ് എഫിഷ്യൻ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല അല്ലേ? അതാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. ഇറ്റ് ഷുഡ് ബി ക്യാരിഡ് ഔട്ട് ഇൻ ദി മോസ്റ്റ് എഫക്റ്റീവ് ആൻഡ് എഫിഷ്യന്റ് മാനർ എന്നുള്ളത് നമ്മൾ പറഞ്ഞു. നമ്മുടെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, എഫക്റ്റീവ് ആൻഡ് എഫിഷ്യന്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഡോക്യുമെന്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് തന്നെ ഒരു പ്ലാൻ ഇല്ല, സ്ട്രാറ്റജി ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇതൊന്നും സമയത്തിന് തീരില്ല. സെക്കൻഡ് തിങ് എന്താ, നാളെ ഒരാളുടെ മുമ്പിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രൂവ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ പണി മര്യാദയ്ക്ക് എടുത്തു, പ്ലാൻ ചെയ്തെന്നുള്ളത് തെളിയിക്കാനുള്ള യാതൊരു മാർഗവും എന്തില്ല, നമ്മുടെ കയ്യിലില്ല. ക്ലിയർ ആണോ? ചാപ്റ്റർ 2 ക്ലിയർ ആണല്ലോ ഏകദേശം. ചാപ്റ്റർ 2ന്റെ ഹെഡിങ് എന്തായിരുന്നു, ഓഡിറ്റ് സ്ട്രാറ്റജി, പ്ലാൻ ആൻഡ് പ്രോഗ്രാം. ഓക്കെ, ചാപ്റ്റർ 1
നേച്ചർ, ഒബ്ജക്റ്റീവ്, സ്കോപ്പ്, അത് തന്നെ അതിൻ്റെ അകത്ത് പഠിക്കണം. പിന്നെ ചാപ്റ്റർ 2 എത്തിക്സ് ആൻഡ് ടേംസ് ഓഫ് എൻഗേജ്മെന്റ് കാര്യം ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പോൾ ഐ തിങ്ക് വിൽ വൈൻഡ് അപ്പ്. ഞാൻ എൻ്റെ വാക്ക് പാലിച്ചു, കറക്റ്റ് 2 മണിക്ക് തീർന്നു. ഉറങ്ങിയിട്ട് വരാം. ഇവിടെ ഇങ്ങനെ ചില ആൾക്കാരൊക്കെ ഇങ്ങനെ ഉറങ്ങി വീഴുന്ന അവസ്ഥയുണ്ട്. നീ ഞാൻ കണ്ടില്ല എന്ന് വിചാരിക്കരുത്. പിന്നെ ഇവിടെ അനിത്ര ഇടയ്ക്ക് ഇങ്ങനെ നാഗവള്ളിയുടെ പോലെയാണ് കണ്ണിങ്ങനെ. ഓക്കെ, നന്നായിട്ട് ഉറങ്ങിയിട്ട് വരാം. സനൽ ഗുഡ്, അവൻ എന്ത് ചെയ്തു? അവൻ ഇമ്പ്രൂവ്. സഹൽ അല്ല, മാറിപ്പോയി. അവൻ ഇമ്പ്രൂവ് ചെയ്തു. നീ ഒന്നും ഉറങ്ങിയില്ലല്ലോ, ഞാൻ കണ്ടില്ല. ഉറങ്ങിയില്ലല്ലോ അവൻ. ആൻഡ് സ്ലീപ്പ് ആൻഡ് കം, ഈ ചെറിയ കാര്യം ചെയ്യുമ്പോൾ തന്നെ ഡെയിലി നല്ല വ്യത്യാസം ഉണ്ടാവും. മറ്റേത് പിന്നെ വേറെ ആരും കൂടി ഉറങ്ങിയായിരുന്നു. ഇവിടെയൊക്കെ ഇവിടെ കൂർക്കം വലിച്ചില്ല എന്നുള്ളൂ. ഓക്കെ ഫൈൻ. വേറെ എല്ലാവരും ഭേദമുണ്ട്. അവിടെ കുറച്ച് ഉറക്കം ഉണ്ടായിരുന്നു അല്ലേ? ഇന്ദ്രജിക്ക് കുറച്ച് ഉറക്കം ഉണ്ടായിരുന്നു. വേറെ ആരായിരുന്നു? വേറെ ബോയ്സ് ആരെങ്കിലും നീ ഉറങ്ങിയായിരുന്നോടാ? ഇല്ലല്ലോ. അതെ, അവൻ ഇന്ന് അതിന് വേണ്ടി തന്നെ ഒളിച്ചിരിക്കുന്നത്. ഞാൻ അതുകൊണ്ട് ചോദിച്ചതാ, ഞാൻ നീ ഉറങ്ങിയതായിട്ട് കണ്ടില്ല. ഓക്കെ ഓക്കെടാ, താങ്ക് യു ഗൈസ്. എടാ ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം, ഞാൻ മെന്ററിനോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എടാ ലോഗിന്റെ കാര്യങ്ങൾ അതൊന്ന് പറഞ്ഞു വിടാം. ഓക്കെ, ഓൺലൈൻ സ്റ്റുഡൻസ് ചേട്ടാ. അപ്പോൾ വൈൻഡപ്പ് ചെയ്യാം. മെന്റർ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളും ഫോളോ ചെയ്യുക, ലോഗ് ബുക്ക് ഒക്കെ കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക. ഓക്കെ ബൈ.